ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറയുന്ന പോമാണ് ബൈ WB Yeats. ഈ ഒരു ചാപ്റ്ററിന് മുന്നേയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ദ സെറനിറ്റി ഓഫ് നേച്ചർ ഇവോക്സ് ടെൻഡർ ഫീലിംഗ്സ് ഇൻ മോസ്റ്റ് ഓഫ് അസ്. ദ സെറനിറ്റി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ശാന്തത, ഇവോക്സ് ഉണർത്തുന്നു ടെൻഡർ ഫീലിങ്സ് ഇൻ മോസ്റ്റ് ഓഫ് അസ്, നമ്മളിൽ എന്ത് ചെയ്യുന്നു, ഒരു ടെൻഡർ ഫീലിങ്സ്, ഒരു സോഫ്റ്റ് ആയ ഫീലിങ്സ് ഉണർത്തുന്നു. നൗ ലെറ്റ്സ് റീഡ് എ പോം ബൈ WB Yeats ഓൺ ഹിസ് എക്സ്പീരിയൻസ് അറ്റ് കൂൾ പാർക്ക്. നമുക്ക് WB Yeatsൻ്റെ ഒരു പോം വായിക്കാം. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോം. കൂൾ പാർക്കിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. സ്വാൻസ് എന്ന് പറഞ്ഞാൽ അരയന്നം എന്നാണ് അർത്ഥം. വൈൽഡ് എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള, നമ്മൾ വളർത്താത്ത എന്നൊക്കെ. അറ്റ് കൂൾ, കൂൾ എന്ന് പറഞ്ഞ പാർക്കിലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓതർ 19 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒന്നുകൂടെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോമിൽ പറയുന്നത്. ദ ട്രീസ് ആർ ഇൻ ദിയർ ഓട്ടം ബ്യൂട്ടി. ട്രീസ് അതിൻ്റെ ഓട്ടം ബ്യൂട്ടിയിലാണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ അതൊരു സീസൺ ആണ് അല്ലേ, ഈ ഇലയൊക്കെ പൊഴിയുന്ന ഒരു സീസണാണ്. അപ്പോൾ ആ ഒരു സീസണിൽ ട്രീസൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ദ വുഡ്ലാൻഡ് പാത്സ് ആർ ഡ്രൈ. നമ്മുടെ വുഡ്ലാൻഡ് പാത്സ് അഥവാ ചുറ്റും മരങ്ങളൊക്കെയുള്ള പാത്സ്, ആ ഒരു പാത ഡ്രൈ ആണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താ, ഉണങ്ങിയിട്ടുള്ള അല്ലേ, ഈ വെറ്റായിട്ടുള്ളതല്ലാത്ത ഉണങ്ങിയ ഒരു പാത്തായിട്ട് കിടക്കുകയാണ്. അണ്ടർ ദ ഒക്ടോബർ ട്വലൈറ്റ് ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ട്വലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സന്ധ്യാസമയത്തൊക്കെ ഉണ്ടാകുന്ന പ്രകാശം, ആ ഒരു ലൈറ്റിനെയാണ് ട്വലൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു പ്രകാശത്താൽ വാട്ടർ ഈ ആകാശത്തെ ഇങ്ങനെ ഒരു മിറർ പോലെ തെളിച്ച് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ആകാശം നല്ല രീതിയിൽ ഒരു കണ്ണാടി പോലെ തെളിഞ്ഞ് കാണുകയാണ് എന്നാണ് പറയുന്നത് ഈ ഒരു പ്രകാശം കൊണ്ട്. അപ്പോൺ ദ ബ്രിമ്മിങ് വാട്ടർ എമംഗ് ദ സ്റ്റോൺസ് ആർ 9 and 50 സ്വാൻസ്. ബ്രിമ്മിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല തല്ലി ഒഴുകുന്ന വെള്ളം. എമംഗ് ദ സ്റ്റോൺസ്, ഈ തടാകത്തിൻ്റെ അരികിൽ കല്ലുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഇങ്ങനെ അല തല്ലി ഒഴുകുന്ന വാട്ടർ ആർ 9 and 50 സ്വാൻസ്. ഇവിടെ എന്തുണ്ട്, 9 അതേപോലെ 50 സ്വാൻസ് അരയന്നങ്ങളുണ്ട്. ടോട്ടൽ 59 അരയന്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ദ 19th autumn ഹാസ് കം അപ്പോൺ മീ സിൻസ് ഐ ഫസ്റ്റ് മെയ്ഡ് മൈ കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ 19ാമത്തെ ഈ ഒരു ഓട്ടം എനിക്ക് വന്നു. സിൻസ് ഐ ഫസ്റ്റ് മെയ്ഡ് മൈ കൗണ്ട്, ഞാൻ എൻ്റെ ആദ്യത്തെ കൗണ്ട് അതിന് ശേഷം, അല്ലെങ്കിൽ ആ ആദ്യത്തെ കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 19ാമത്തെ ഓട്ടം എൻ്റെ മേൽ വന്നു. ഓക്കെ, കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എണ്ണ അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എണ്ണിയിട്ട് ഇന്നിപ്പോൾ ഇതാ 19ാമത്തെ ഓട്ടം ആണ് എന്നാണ് പറയുന്നത്. ഐ സോ, ഞാൻ കണ്ടു. ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ് all suddenly mount and scatter wheeling in great broken rings upon their glamorous wings. ഓക്കെ, അപ്പോൾ ഐ സോ, ഞാൻ കണ്ടു. ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ്, ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഓൾ സഡൻലി മൗണ്ട്, എല്ലാം ഉയരുന്നതായിട്ട്. മൗണ്ട് എന്ന് പറഞ്ഞാൽ ഉയരുക. ഓക്കെ, ആൻഡ് സ്കാറ്റർ, സ്കാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ചിന്നി ചിതറി, എങ്ങനെ. വീലിംഗ് ഇൻ ഗ്രേറ്റ് ബ്രോക്കൺ റിങ്സ്, അതിങ്ങനെ ചിന്നി ചെതറിയിട്ടുള്ള, ഗ്രേറ്റ് ആയിട്ടുള്ള, വലിയ, ബ്രോക്കൺ എന്നാൽ പൊട്ടിപ്പോയിട്ടുള്ള, റിങ്സ് അപ്പോൺ ദെയർ ക്ലാമറസ് വിങ്സ്. എന്തിൻ്റെയാണ് ക്ലാമറസ് വിങ്സ് എന്ന് പറഞ്ഞാൽ ഈ അരയന്നങ്ങളൊക്കെ ഇങ്ങനെ ചിറകിട്ടടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ശബ്ദം, ആ ശബ്ദത്തിനെയാണ് ക്ലാമറസ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു അരയന്നങ്ങളുടെ ക്ലാമറസ് വിങ്സിൽ അവരെന്തുണ്ടാക്കുന്നുണ്ട്, ഇത്തരത്തിലൊരു വീല്, ബ്രോക്കൺ ആയിട്ടുള്ള ഒരു വീൽ ഉണ്ടാക്കുന്നുണ്ട്. അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. പക്ഷെ അതിങ്ങനെ ചെയ്യുമ്പോൾ, ആകാശത്തൂടെ അതിങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു വീല് അല്ലെങ്കിൽ വലിയൊരു റിങ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് വേഗം പൊട്ടിപ്പോകുന്നുണ്ട്. ഐ ഹാവ് ലുക്ഡ് അപ്പോൺ ദോസ് ബ്രില്യൻ ക്രിയേച്ചേഴ്സ് ആൻഡ് നൗ മൈ ഹാർട്ട് ഇസ് സോർ. ഞാൻ ആ ബ്രില്യൻ ക്രിയേച്ചേഴ്സ് അഥവാ ഞാൻ ഈ അരയന്നങ്ങളെ ഞാൻ നോക്കി, ഞാൻ അതിൻ്റെ മേലേക്ക് നോക്കി. ആൻഡ് നൗ മൈ ഹാർട്ട് ഇസ് സോർ. സോർ എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹൃദയം കുറച്ച് ദുഃഖത്തിലാണെന്ന് കവി പറയാണ്. ഓൾ ഈസ് ചേഞ്ച്ഡ് സിൻസ് ഐ ഹിയറിംഗ് അറ്റ് ട്വലൈറ്റ് ദ ഫസ്റ്റ് ടൈം ഓൺ ദിസ് ഷോർ. ഓൾ ഈസ് ചേഞ്ച്ഡ്, എല്ലാം മാറിയിട്ടുണ്ട്. സിൻസ് ഐ ഹിയറിംഗ് അറ്റ് ട്വലൈറ്റ്, ഞാൻ ട്വലൈറ്റ് എന്തായിരുന്നു, സന്ധ്യാസമയത്തുള്ള ഒരു പ്രകാശത്തിരുന്നപ്പോൾ കേട്ടിരുന്നത് മുതൽ. ദ ഫസ്റ്റ് ടൈം ഓൺ ദിസ് ഷോർ, ഞാൻ ഈ ഷോർ, തീരത്ത് ആദ്യമായിട്ടിരുന്ന സമയത്ത്, അതായത് ഈ സന്ധ്യാസമയത്ത് ഞാൻ ഈ ഷോറിൽ ആദ്യമായിട്ടിരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ദ ബെൽ ബീറ്റ് ഓഫ് ദിയർ വിങ്സ് എബോവ് മൈ ഹെഡ്. ഈ അരയന്നങ്ങളുടെ ബെൽ ബീറ്റ്, അതിങ്ങനെ ചിറകിട്ടടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എബോവ് മൈ ഹെഡ്, എൻ്റെ തലയ്ക്ക് മുകളിൽ. ട്രോഡ് വിത്ത് എ ലൈറ്റർ ട്രെഡ്, അപ്പോൾ ഞാൻ ട്രോഡ് നടന്നു
വിത്ത് എ ലൈറ്റർ ട്രെഡ്, ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ളൊരു നടത്തമൊക്കെ നടന്നിരുന്നു. ഓക്കെ, അപ്പോൾ ആ കഴിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അൺവീറിഡ് സ്റ്റിൽ, ലവർ ബൈ ലവർ, ദ പാഡിൽ ഇൻ ദി കോൾഡ്. അൺവീറിഡ് എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും സ്റ്റിൽ യങ് ആണ്, അവർക്ക് തളർച്ചയില്ല, ക്ഷീണമില്ല, അവരിങ്ങനെ യങ് ആയിട്ട് ലവർ ബൈ ലവർ, അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം ദ പാഡിൽ, അവർ നീന്താണ്. ഇൻ ദ കോൾഡ്, ആരോ ലേക്കിൽ. ഓക്കെ, അപ്പോൾ അവർ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ആ ഒരു ലേക്കിൽ തുഴയുകയാണ്, വിച്ച് മീൻസ് നീന്താണ്. കമ്പാനിയബിൾ സ്ട്രീംസ് ഓർ ക്ലൈം ദി എയർ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് അവരിങ്ങനെ ഒഴുകുന്നതും അവരിങ്ങനെ ആ വെള്ളത്തിൽ നീന്തുന്നതും അതേപോലെ തന്നെ പറക്കുന്നതും, എയറിൽ പറക്കുന്നതും. ദി ഹാർട്ട്സ് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ്, അവരുടെ ഹൃദയങ്ങൾ എന്താകുന്നില്ല, പ്രായമാകുന്നില്ല. പാഷൻ ഓർ കോൺകസ്റ്റ് വാൻഡർ വേർ ദേ വിൽ അറ്റൻ അപ്പോൺ ദം സ്റ്റിൽ. ഓക്കെ, അപ്പോൾ അവരുടെ പാഷന്, അവരുടെ അഡ്വഞ്ചർ, ഓക്കെ, അവരുടെ പാഷൻ എന്ന് പറയുന്നത് അവരുടെ അഡ്വഞ്ചർ അല്ലേ. വാൻഡർ, അവരിങ്ങനെ അലഞ്ഞു തിരിയാണ്. വേർതിവിൽ, അതായത് അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. മനുഷ്യന്മാരെ പോലെ അവർക്ക് ലിമിറ്റ്സ് ഇല്ല. പ്രത്യേകിച്ച് ഈ പക്ഷികൾക്ക്, അത്തരത്തിലുള്ള ജീവികൾക്കായാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. അതായത് മനുഷ്യന്മാർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോലെയല്ല ഈ പറയുന്ന അരയന്നങ്ങളായാലും മറ്റു പക്ഷികളായാലും എന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. ബട്ട് നൗ ദേ ഡ്രിഫ്റ്റ് ഓൺ ദ സ്റ്റിൽ വാട്ടർ, മിസ്റ്റീരിയസ് ബ്യൂട്ടിഫുൾ. അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു വെള്ളത്തിൽ, ഈ ഒരു ലേക്കിൽ അവരിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാണ്, അവരിങ്ങനെ നീന്തി തുള്ളിക്കളിച്ച് നടക്കുകയാണ്. മിസ്റ്റീരിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ആശ്ചര്യവും അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളും വളരെ മനം കുളിർക്കുന്ന ഒരു കാഴ്ചയുമാണ്. Among what rushes will they build, by what lake's edge or pool? അപ്പോൾ നമ്മുടെ കവി ആലോചിക്കുകയാണ്, അവരെവിടെയാണ് നിൽക്കുന്നത്, അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് ആലോചിക്കുകയാണ്. റഷസ് എന്ന് പറഞ്ഞാൽ ഈ കുളത്തിൻ്റെയും തടാകങ്ങൾക്കൊക്കെ അരിയിലുണ്ടാകുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ ആ ചെടിക്ക് ഇടയിലാണോ ഇവർ താമസിക്കുന്നത്, ബൈ ദ ലേക്സ് എഡ്ജ് ഓർ പൂൾ, അല്ലെങ്കിൽ ഈ ലേക്കിൻ്റെ എഡ്ജിലോ പൂളിലോ ഒക്കെയാണോ ഇത് താമസിക്കുന്നത്. ഡിലൈറ്റ് മെൻസ് ഐസ് when I awake some day to find they have flown away. ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ അരയന്നങ്ങളൊക്കെ പറന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിന് സന്തോഷം നൽകുമോ. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ അത് മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുമോ എന്നാണ് കവി ചോദിക്കുന്നത്. ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമാണ് പ്രായമാകുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതും. എന്നാൽ ഈ പ്രകൃതിക്ക് അത് സ്റ്റിൽ യങ് ആണ്, അതിന് പ്രായമാകുന്നില്ല, അത് ഓൾഡ് ആവുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകൾ നേച്ചറിനുണ്ട്. അപ്പോൾ അദ്ദേഹം മുൻപ് 19 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ ഇങ്ങനെ ഓർക്കുകയാണ്. ആൻഡ് അത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ അയാൾ ഇങ്ങനെ പറയുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.